എല്ലാ കാര്യത്തിനും എനിക്ക് സ്വാർത്ഥത കൂടുതലല്ല. എല്ലാവർക്കും എനിക്ക് എന്ന് പറയും. ബാക്കി എല്ലാത്തിനും എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ കാറ് എന്ത് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ പുസ്തകം വെച്ചാലും കൂടി ശരി, ഒരേപോലത്തെ പുസ്തകമാണ്. അങ്ങോട്ടോ മാറിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. പേരെഴുതി വെച്ചത് ഒരേ പുസ്തകം, ഒരേ അക്ഷരങ്ങൾ. എന്നാലും ഇതെൻ്റെ പുസ്തകമാണ്. അപ്പോഴും നമ്മൾ എൻ്റെ പറയും. പക്ഷേ എൻ്റെ എന്ന് പറയാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പനെയും ഇത് എൻ്റെ മുല്ലോർലി തേവരാന്ന് ആരും പറയില്ല. അപ്പോൾ അതിനൊക്കെ ന്യായം പറയാം. എൻ്റെ മാത്രമല്ലല്ലോ, എല്ലാവരുടെ അല്ലേന്ന്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തമാവണം ഭഗവാൻ. അതാണ് ഗോപികമാർ നമ്മളെ കാണിച്ചത്. ഓരോ ഗോപികമാർക്കും ആ കൃഷ്ണൻ സ്വന്തമായിരുന്നു. അവർക്ക് അവർ അനുഭവിക്കുന്ന ആനന്ദം തന്നെ അത് അവരുടെ കൃഷ്ണാനന്ദം. മറ്റൊരാൾ അനുഭവിക്കേണ്ട അവരുടെ ആനന്ദമാണ്. ഇവിടെ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ അനുഭവപ്പെടുക. ഒരാൾ അനുഭവിക്കുന്ന പോലെ ആവില്ല മറ്റേ ആൾ അനുഭവിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. ഗുരുവായൂർക്ക് പോകുമ്പോൾ പലരും പല വിധത്തിലായിരിക്കും